മറ്റു വാർത്തയിലേക്ക് പോകണം. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിന്റെ ജീവനൊടുക്കിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഒഡീഷ സ്വദേശിനി റൂബി പട്ടേലിനെയാണ് 2024 ഏപ്രിൽ 2-ന് ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. റൂബി പട്ടേലിന്റെ മരണത്തിന് പിന്നാലെ ദുരൂഹത ആരോപിച്ച് കുടുംബവും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഡിവൈഎസ്പി ഉത്തം ദാസിനാണ് അന്വേഷണ ചുമതല. KV ബൈജു ചേരുകയാണ്. ബൈജു, ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും രഞ്ജിത്ത്, 2024 ഫെബ്രുവരി 2-നാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ നടക്കുന്നത്. അതായത് നിള എന്ന് പറയുന്ന ഈ കോളേജിലെ ഹോസ്റ്റലിലെ കുളിമുറിയിലായിരുന്നു ഇങ്ങനെ ആത്മഹത്യ ചെയ്ത നിലയിൽ റൂബിയെ കണ്ടത്. അന്ന് തന്നെ ഈ കുടുംബം വലിയ തോതിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. ഈ സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ ഒരു നിലപാട് കേന്ദ്ര സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഇത് കേസ് അന്വേഷിച്ച ബേക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്തായാലും ഈ അന്വേഷണ സമിതി, ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം CBI അന്വേഷിക്കണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. 32ഓളം ആളുകളുടെ ഇത്തരത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടും മറ്റ് അന്വേഷണം നടത്തിയിട്ടും അവർക്ക് ഈ ഒരു മരണത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ട് ഇതിൽ ആത്മഹത്യാക്കുറിപ്പിൽ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഗൈഡിന്റെ മാനസിക സമ്മർദ്ദമാണ് ഈ ഒരു ആത്മഹത്യ കാരണം എന്ന തരത്തിലുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ മരിക്കുന്നതിന് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം ഈ ഗൈഡിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് റൂബി പട്ടേൽ പുറത്തു പോകുന്നത് കണ്ട് സുഹൃത്തുക്കൾ കണ്ടതുണ്ട്. അങ്ങനെ മൊഴിയുമുണ്ട്. പക്ഷേ എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു പോലീസോ അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയോ കാര്യമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 വർഷമാകുമ്പോൾ, അതായത് ആത്മഹത്യ ചെയ്ത് റൂബി പട്ടേൽ ആത്മഹത്യ ചെയ്ത് 2 വർഷമാകുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഎസ്പി ഉത്തം ദാസിനാണ് അന്വേഷണ ചുമതല. ഈ വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കും, അതോടൊപ്പം അധ്യാപകരുടെ മൊഴിയെടുക്കും. ഈ ആരോപണ വിധേയനായ അധ്യാപകന്റെ മൊഴി പ്രധാനമായും എടുക്കും. അങ്ങനെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും റൂബി പട്ടേലിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ കുടുംബം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ 2 വർഷമാകാനാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2024-ലാണ് ഈ സംഭവം നടക്കുന്നത്. രഞ്ജിത്ത്, അതിനപ്പുറം 2025 ഫെബ്രുവരി മാസത്തിൽ മറ്റൊരു കുട്ടി കൂടി ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധമായി രംഗത്തൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് SFIയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ സമരം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ കൃത്യമായ ഒരു ഉത്തരം ഇവർക്ക് ലഭിക്കണം. കുടുംബം പലതവണ ഒഡീഷയിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ചായിരുന്നു ഇത്തരം നിയമ നടപടികൾക്ക് പരാതി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത്. ഇതിൽ പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടത് അവിടെ ഒരു CCTV ദൃശ്യമുണ്ട്. ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും കുടുംബത്തിന് അത് നൽകിയില്ല എന്ന ആരോപണമുണ്ട്. അതോടൊപ്പം പലതരത്തിൽ മെയിലുകൾ അയച്ചപ്പോഴും അതിനൊന്നും കേന്ദ്ര സർവകലാശാല ഒരു മറുപടിയും നൽകിയില്ല എന്ന് റൂബി പട്ടേലിന്റെ കുടുംബം ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുൻപ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് വലിയ തോതിൽ ഈ കുടുംബം ഉൾപ്പെടെ ഇവിടെ എത്തി നമ്മൾ അവരുടെ ബൈറ്റ് ഉൾപ്പെടെ നൽകി. അവരുടെ ഒരു സങ്കടം, അത്രത്തോളം വലിയ സങ്കടത്തിലായിരുന്നു അവർ. ഇതിലൊരു നീതി റൂബി പട്ടേലിന് വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്താണ് പ്രധാനമായും കാരണം? ഇങ്ങനെ ഗൈഡിന്റെ മാനസിക സമ്മർദ്ദമാണോ ഈ റൂബി പട്ടേലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് അവർ മുഖ്യമന്ത്രിക്കും DGPക്കും ഒപ്പം ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി റൂബി പട്ടേലിന് നീതി ലഭിക്കുമോ, അതാണ് കാത്തിരിക്കുന്നത്. വിശദമായ മൊഴി സുഹൃത്തുക്കളുടെ, വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ ഉൾപ്പെടെ എടുക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി റൂബി ഈ ഗൈഡിന്റെ റൂമിൽ നിന്ന് കരഞ്ഞിറങ്ങി വരുന്ന ദൃശ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഈ 2024 ഏപ്രിൽ 2-ന് മരണം സംഭവിച്ചിട്ടും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും സഹപാഠികളൊക്കെ ദുരൂഹത ആരോപിച്ചിട്ട് കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടും ഈ ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഒപ്പം ഈ ഗൈഡിനെ വിശദമായി ചോദ്യം ചെയ്യുക, മറ്റ് അധ്യാപകരുടെ മൊഴിയെടുക്കുക, വിദ്യാർത്ഥികളുമായി സഹപാഠികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക, അത്തരം ശ്രമങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണോ ബൈജു? തീർച്ചയായും രഞ്ജിത്ത്, കുടുംബം അത് തന്നെയാണ് പറയുന്നത്. ഇതിൽ അത്തരം അന്വേഷണം ഉണ്ടായെങ്കിൽ തന്നെ അതിന്റെ അന്വേഷണ പുരോഗതി എന്താണെന്ന് ഇതുവരെ കുടുംബത്തോട് ഇവർ പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇവർ ഏറ്റവും വലിയ പരാതി. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഈ കേന്ദ്ര സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ സമിതി ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിലൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല, കുടുംബത്തിന് കൈമാറിയിട്ടില്ല. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. ഈ CCTV ദൃശ്യം വളരെ
വളരെ നിർണായകമാണ്. കാരണം സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ടുണ്ട്. ഈ മുറിയിൽ നിന്നും, ഗൈഡിന്റെ മുറിയിൽ നിന്നും എന്തിനാണ് റൂബി പട്ടേൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്ന സാഹചര്യം ഉണ്ടായത്? അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ റൂബി പട്ടേലിനെ കാണുന്നത്. തനിക്ക് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദമുണ്ട്, തന്റെ കഴിവുകളെ താഴ്ത്തിക്കാട്ടുന്ന രീതിയിൽ ഈ ഗൈഡ് സംസാരിക്കുന്നതൊക്കെ ഈ സുഹൃത്തുക്കളോട് ഇവർ പങ്കുവച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് എന്തുകൊണ്ട് കുടുംബത്തിന് കൈമാറിയിട്ടില്ല? ഒരു അന്തിമ നിഗമനത്തിലേക്ക് ഈ അന്വേഷണ സമിതി എത്തിയിട്ടില്ലെങ്കിലും അവർ അതിൽ പ്രധാനമായും പറയുന്നത് ഈ അന്വേഷണം CBI അന്വേഷണം ഇതിൽ വേണമെന്ന് മാത്രമാണ് അവർ പറയുന്നത്. എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഈ അന്വേഷണ സമിതിയുടെ അതിൽ വ്യക്തതയില്ല. അതോടൊപ്പം ഈ ബേക്കൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ബേക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇതിൽ ഒരു ഉത്തരം 2 വർഷമായിട്ടും ഇതിൽ ആത്മഹത്യാ പ്രേരണ ഇല്ലെങ്കിൽ അത് സാധാരണ ആത്മഹത്യ എന്ന് പറയണം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇതുവരെ നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒഡീഷയിലുള്ളവരാണ്. അവർക്ക് ഈ ഒരു കേസും നിയമ നടപടിക്കുമായി ഇവിടെ വന്ന് ദിവസങ്ങളോളം നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവർ അന്ന് ആ വിഷമം അവർ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മെയിൽ അയച്ചാൽ പോലും ഈ കേന്ദ്ര സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും കുടുംബത്തിന് നൽകാത്ത സാഹചര്യമുണ്ട്. ഏതായാലും ഈ അന്വേഷണത്തിൽ ഇനി ഉത്തരം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇതിൽ കുടുംബം പറയുന്നതാണ്, നമുക്ക് സത്യാവസ്ഥ അറിയണം. ഈ റൂബി പട്ടേൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനിടേണ്ട സാഹചര്യം എന്നാണ് ഇതിൽ തുടക്കത്തിൽ പറഞ്ഞത്. വിഷാദ രോഗമാണ് റൂബി പട്ടേൽ എന്നൊക്കെയാണ് ഈ കേന്ദ്ര സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിശദീകരണം. പക്ഷെ അത് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് അങ്ങനെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പല കണ്ടെത്തലുകളും അതിലുണ്ട്, പക്ഷെ അതൊന്നും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരം ഒരുപക്ഷെ അവിടെയുള്ള ഈ മേൽ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനാണോ അത്തരം നടപടികളിലൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനാണ് SFI ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അവർ ദിവസങ്ങളോളം കാസർഗോഡ് താമസിച്ച് ഇതിനുള്ള നിയമ നടപടികൾക്കുള്ള കാര്യങ്ങൾ നിർവഹിച്ചു. പക്ഷേ കേസ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. 2 വർഷമാകുമ്പോഴേക്കും ഇതിന് ഒരു ഉത്തരം ഇതുവരെ കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല. ഈ കൃത്യമായ കാരണം ലഭിച്ചിട്ടില്ല. ഈ തെളിവുകൾ CCTV ഉൾപ്പെടെയുള്ള തെളിവുകൾ കൈമാറാൻ തയ്യാറായിട്ടില്ല. ഒപ്പം പോലീസിന്റെ അന്വേഷണത്തിലെ ഒരു അവസാന കണ്ടെത്തൽ അതെന്താണെന്ന് ഇതുവരെ ആയില്ല. ഇതിൽ ഏറ്റവും ഒടുവിൽ CBIയുടെ ഒരു അന്വേഷണം വേണമെന്ന ഒരു ഈ അന്വേഷണ സമിതിയുടെ ഒരു ശുപാർശയല്ലാതെ മറ്റൊരു തരത്തിലുള്ള പുരോഗതിയും ഇതിലുണ്ടായിട്ടില്ല. CBI അന്വേഷണം വരുന്ന സാഹചര്യമില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഇതിന് ഉത്തരം കണ്ടെത്തുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും DYSP ഉത്തംദാസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. കൃത്യമായ മൊഴി അവർ ഓരോ ആളുടെയും എടുക്കുന്നുണ്ട്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ ഗൈഡിനെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഇതിനൊരു ഉത്തരം കിട്ടുമെന്നാണ് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൈഡിനെ വിശദമായ ഒരു ചോദ്യം ചെയ്യുന്നതിലേക്ക് ക്രൈംബ്രാഞ്ച് വരും ദിവസങ്ങളിൽ കടക്കും. ശരി, ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.